ഹലോ എവ്രി വൺ. അപ്പോൾ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കുറച്ച് കാലമായിട്ട് മൂവീസ് റിവ്യൂസ് ഒന്നും ചെയ്യാറില്ല, പക്ഷേ ഇന്ന് ഈ മൂവി കണ്ടു, ലോക. അപ്പോൾ ഈ ഫിലിമിനെ കുറിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ഫസ്റ്റ് ഓഫ് ഓൾ, മൂവി കിട്ടലനായിട്ട് നല്ല ഹോളിവുഡ് സ്റ്റൈലിൽ കിട്ടലനായിട്ട് മൂവി ചെയ്തു വെച്ചിട്ടുണ്ട്. ഓവറോൾ മേക്കിങ്ങും അതിൻ്റെ കാസ്റ്റിംഗ് ആണെങ്കിലും അതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും വളരെ നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ മൂവിനെ കുറിച്ചിട്ട് ചെറിയൊരു ബ്രീഫ് പറയാം. ഇതിൻ്റെ സ്ക്രിപ്റ്റും അതുപോലെ തന്നെ ഡയറക്ഷനും ചെയ്തേക്കുന്നത് ഡൊമിനിക് അരുൺ. അതുപോലെ പ്രൊഡക്ഷൻസ് നമുക്കറിയാം, വെഫർ മൂവി ദുൽഖറിൻ്റെ പ്രൊഡക്ഷൻ ഹൗസാണ് ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. സിനിമാറ്റോഗ്രാഫി നിമിഷ് രവി, അതുപോലെ എഡിറ്റിംഗ് ചമൻ ചാക്കോ. മ്യൂസിക് ആസ് യൂഷ്വൽ ജെയ്ക്സ് ബിജോയിൻ്റെ ഒരു മ്യൂസിക് കിടിലനായിട്ട് ഓവറോൾ ഈ ഫിലിം എൻറ്റയർലി ചെയ്തു വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മൂവി റിവ്യൂ ആയിട്ടൊന്നും നിങ്ങൾക്ക് കണക്കാക്കണ്ട. നിങ്ങൾ മൂവി കാണാത്ത ആൾക്കാർ ഉണ്ടായിരിക്കും. മോസ്റ്റ് ഓഫ് എല്ലാ റിവ്യൂവേഴ്സും അതിൻ്റെ മെയിൻ പോർഷൻസൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ പറയാം, ഈ മൂവി നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. കാരണം ആ ഒരു സ്ക്രീൻ പ്രസൻസിൽ ഇത്രയും ഭംഗിയായിട്ടൊരു മലയാളം മൂവി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈക്ക് മുന്നേ ഗഗനാചാരി എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു സൈഫൈ മൂവി. ഇത് എൻറ്റയർലി ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ തന്നെ അതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും VFX ആണെങ്കിലും കംപ്ലീറ്റ്ലി വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളൊരു മൂവിയാണ്. ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ നെസ്ലിൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കല്യാണി പ്രിയദർശൻ, അതുപോലെ സലീം കുമാറിൻ്റെ മകനായിട്ടുള്ള ചന്തു. ഇത് കൂടാണ്ട് ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ക്യാമിയോ ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് ഫേസസ് നിങ്ങൾക്ക് ഈ മൂവീസിൽ കാണാൻ പറ്റും. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടും. കാരണം ഞാൻ പടം തുടങ്ങി അതിൻ്റെ ഒരു സ്റ്റോറി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയ ഒരു മൂഡിലുള്ള ഒരു സ്റ്റോറി അല്ലെങ്കിൽ കൂടെ ഒരു ബാക്ക് സ്റ്റോറി, പിന്നെ കറണ്ട്, പിന്നെ ബാക്ക് സ്റ്റോറി, അങ്ങനെ പറഞ്ഞൊരു നറേറ്റീവ് മോഡിൽ പോകുന്നതാണെന്നുണ്ടെങ്കിലും അത് പ്രസൻറ്റ് ചെയ്തേക്കുന്നൊരു വിഷ്വൽ കാര്യങ്ങളൊക്കെ. ഇത് ഈ ഒരു മൂവീൻ്റെ സ്റ്റോറി നടക്കുന്നത് ബാംഗ്ലൂരാണ്, പക്ഷെ ബാംഗ്ലൂരിനെ പ്രസൻറ്റ് ചെയ്തേക്കുന്ന രീതി എക്സ്ട്രീംലി ഒരു ഹോളിവുഡ് പടം കാണുന്ന അതേ മോഡിൽ തന്നെ, ലൈക്ക് ആൾക്കാർ സംസാരിക്കുന്നതാണെങ്കിലും അതിലെ ഓരോ ഡീറ്റെയിലിംഗ് ആണെങ്കിലും ഓരോ ഒബ്ജക്ട്സ് ആണെങ്കിലും എല്ലാം അങ്ങനെ നമുക്കൊരു ഹോളിവുഡ് പടം കാണുന്ന ഒരു ഫീൽ കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ എനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീൻസ് കന്നഡയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ ഇംഗ്ലീഷിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ മലയാളത്തിൽ സ്ക്രീനിൻ്റെ സെൻറ്ററിലൊരു പോർഷനിലായിട്ട് നമുക്ക് സബ് ടൈറ്റിൽസ് ഇങ്ങനെ കണക്ട് ചെയ്തിടുന്നുണ്ട്. നമുക്കത് മീൻസ് ആ ഒരു പോർഷൻ കാണുമ്പോൾ നമുക്ക് മീൻസ് അത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി എനിക്ക്. പിന്നെ വേറെന്താ പറയാൻ, ഈ ഫിലിമിൻ്റെ എൻറ്റയർലി മേക്കിംഗ് ആണെങ്കിലും VFX ആണെന്നുണ്ടെങ്കിലും അതിൽ കൊണ്ടുവന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും ക്യാമിയോ ഞാൻ ഒന്നെന്ന് വിചാരിച്ചു, പക്ഷേ അത് പല ക്യാരക്ടേഴ്സിലും പോയിട്ട് വീണു. ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. കാരണം ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ആക്ച്വലി അതിൻ്റെ ഒരു എൻഡിൽ കൊണ്ടുപോയിട്ടാണ് നിർത്തുന്നത്. ആ എൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പടം കഴിഞ്ഞിറങ്ങുമ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്ക് കോരിത്തെരിപ്പിക്കുന്ന രീതിയിലുള്ള സീൻസ് എന്തായാലും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര മീൻസ് ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ പടങ്ങളായിട്ടാണെന്നുണ്ടെങ്കിലും ഈ പടം അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് ആക്ച്വലി ഓൾമോസ്റ്റ് ഒരു 30 crores എങ്ങാണ്ട് എടുത്തിട്ടുള്ള, മീൻസ് അത്രയും ബഡ്ജറ്റുള്ള ഒരു മൂവിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഒരു 400 കോടി ബഡ്ജറ്റിലൊക്കെ ഇറക്കിയ മൂവിനേക്കാളും എന്തുകൊണ്ടും നമുക്ക് കണ്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ പടം കാണാത്തവർ, മീൻസ് ഇന്നിറങ്ങിയിട്ടുള്ളൂ, അപ്പോൾ എല്ലാവരും പോയിട്ട് തിയേറ്ററിൽ കാണാം. തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റിയൊരു മൂവിയാണ് എനിക്ക് തോന്നുന്നത്. തിയേറ്ററിൽ മാത്രമല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും മിനി സ്ക്രീനിലും പടം വരുമ്പോൾ കാണാം. പക്ഷേ ഇപ്പോൾ പടം ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വരാം. ബൈ.